MSFനെതിരായ വർഗീയ ആരോപണത്തിൽ ഉറച്ച SFI വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുകയറുന്ന പ്രധാന വർഗീയ കക്ഷി MSF ആണ്. മതം പറഞ്ഞ് വർഗീയ സംഘടനയിലേക്ക് ആളെ കൂട്ടുന്നതിനെയാണ് വിമർശിച്ചതെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞു. പ്രൈവറ്റ് UUCമാരെ MSF വിലക്ക് വാങ്ങുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയിലാണ് MSF സംസാരിക്കുന്നതെന്നും ശിവപ്രസാദ് ആരോപിച്ചു. കേരളത്തിലെ മതനിരപേക്ഷ സാഹചര്യത്തെ എങ്ങനെയാണോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ഭയപ്പെടുന്നത്, അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്, കേരളത്തിനെതിരായി, കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിനെതിരായി അതിശക്തമായ കടന്നാക്രമണം കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതേ മാതൃകയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറാൻ, വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി MSF ആണ്. അതെങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ കഴിയും? അതെങ്ങനെ തുറന്നു പറയാതിരിക്കാൻ കഴിയും? MSF, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിനെതിരായി രാഷ്ട്രീയമായൊരു വിമർശനം പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, MSF എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയല്ല. ആ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ ഒരു രാഷ്ട്രീയമായ വിമർശനം, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ, അവർ വിദ്യാർത്ഥികൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയ്ക്കെതിരെ, മതം പറഞ്ഞ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അതുവഴി വർഗീയ സംഘടനകളിലേക്ക് ആളെ കൂട്ടുന്ന ഒരു ഏജന്റ് പണി അവർ നടത്തുന്നതിനെതിരെ അതിശക്തമായ വിമർശനം കേരളത്തിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾ നടത്തിയാൽ ആ വിമർശനം എങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിനെതിരായ വിമർശനമായി പരിവർത്തനപ്പെടുത്താൻ അവർ കഴിയും? എത്ര നാളിങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് കവചം പിടിച്ച് ഈ വിമർശനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാരവാഹികൾക്കാവും? രാഷ്ട്രീയ വിമർശനങ്ങളെ രാഷ്ട്രീയമായി കാണാൻ കഴിയുന്നുണ്ട്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന ഏറ്റവും മനോഹരമായ അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ആദ്യം രംഗത്ത് വന്നത് സഞ്ജീവായിരുന്നു. വർഗീയതയിൽ ഊന്നിയ ഒരു വിമർശനം എന്ന് MSFനെതിരെ ഉന്നയിക്കുന്നു. ഇന്നലെ അതിന് അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകുന്നു PK നവാസ്. ഇപ്പോൾ വീണ്ടും മറുപടിയുമായി ശിവപ്രസാദ് വരുന്നു. എന്താണ് SFIയുടെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാൻഡ് ഇതിൽ? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം സഞ്ജീവിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് MSF സംസ്ഥാന അധ്യക്ഷൻ നവാസ് തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ശിവപ്രസാദ് കുറെ കൂടി MSFനെ ആ രൂപത്തിൽ അതിശക്തമായി വിമർശിക്കുന്ന, കുറെ കൂടി വേറെ മറ്റു ചില രൂപത്തിലേക്ക് കൂടി, പ്രത്യേകിച്ച് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ MSF മതം പറഞ്ഞ് ക്യാമ്പസുകളിൽ വോട്ട് പിടിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് MSFന്റെ പ്രവർത്തനം എന്നൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് ശിവപ്രസാദ് ഉന്നയിക്കുന്നത്. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MSF സംസ്ഥാന അധ്യക്ഷൻ നവാസ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ചില പദപ്രയോഗങ്ങൾ പോലും അത് ജമാഅത്തെ ഇസ്ലാമി എഴുതി നൽകുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന രൂപത്തിലുള്ള പരമ്പരാഗത ലീഗ് ശൈലിയിൽ നിന്ന് മാറിയുള്ള ചില പരാമർശങ്ങളാണ് സംസ്ഥാന അധ്യക്ഷൻ നവാസ് നടത്തുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഇത് മറ്റൊരു തരത്തിലുള്ള വിമർശനത്തിലേക്ക് പോവുകയാണെന്നൊരു കാര്യം പറയുന്നുണ്ട്.